തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനുള്ള പിന്തുണ LDF പിൻവലിച്ചു. കോൺഗ്രസുകാരനായിരുന്ന സനീഷ് ജോർജ് സ്വതന്ത്രനായാണ് വിജയിച്ചത്. ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ LDF പിന്തുണയുടെ ചെയർമാനാവുകയായിരുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസ് രണ്ടാം പ്രതിയായി കേസെടുത്തതോടുകൂടിയാണ് LDF പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൈക്കൂലി വാങ്ങുന്നതിന് പ്രേരിപ്പിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ രണ്ടാം പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സാഹചര്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് സനീഷ് ജോർജിനോട് LDF ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സനീഷ് ജോർജ് രാജിവെക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് LDF പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്തുണ പിൻവലിക്കുകയും തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 13 കൗൺസിലർമാരും ബ്ലോക്കായിരുന്ന് തുടർന്നു വരുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെയർമാൻ രാജിവെക്കുന്നത് വരെ സമരപരിപാടികൾ തുടരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നലെ ചേർന്ന യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ UDF ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത് എന്ന് LDF നേതാക്കൾ ആരോപിച്ചു. ഒരു വശത്തുകൂടി മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയും അതേസമയം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട്ടിൽ പലതവണ ആരോപണ വിധേയനായ മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുത്ത് യോഗം ചേരുകയും ചെയ്യുന്നു. മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ അറിയിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.